ദിലീപിന്റെ കരിയറിലെ ഏറ്റവും വലിയ പ്രോജക്റ്റായി തിയേറ്ററിലെത്തിയ ഭയം ഭക്തി ബഹുമാനം അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് വീക്കെൻഡ് കളക്ഷനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഓപ്പണിംഗ് വീക്കെൻഡിൽ ഏതാണ്ട് 35 കോടിയോളമാണ് ഭയം ഭക്തി ബഹുമാനം വാരിക്കൂട്ടിയത്. ചിത്രത്തിന് ലഭിക്കുന്ന സമ്മിശ്ര പ്രതികരണങ്ങൾ പരിഗണിക്കുമ്പോൾ ഈ ഒരു കളക്ഷൻ ഗംഭീര കളക്ഷൻ തന്നെയാണ്. ആദ്യ ദിനം 14 കോടി നേടിയ സിനിമ പിന്നീടുള്ള 3 ദിവസം കൊണ്ട് ഏതാണ്ട് 21 കോടി മാത്രമാണ് നേടിയത്. ചിത്രം സാമ്പത്തികമായി വിജയിക്കില്ല എന്നുള്ളത് തന്നെയാണ് നിലവിൽ ബോക്സ് ഓഫീസിലെ പ്രകടനം നൽകുന്ന സൂചന. ദിലീപിനൊപ്പം ലാലേട്ടനും കൂടെ ഭാഗമായിട്ടും ഗംഭീര ഇനീഷ്യൽ നേടിയിട്ടും സിനിമയ്ക്ക് ഓപ്പണിംഗ് വീക്കെൻഡിൽ പോലും വലിയ രീതിയിലുള്ള ട്രെൻഡ് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. വലിയ രീതിയിലുള്ള ബോക്സ് ഓഫീസ് കളക്ഷന് സാധ്യതയുള്ള സിനിമയായിരുന്നു ഭയം ഭക്തി ബഹുമാനം. ദിലീപും മോഹൻലാലും താരങ്ങൾ എന്നുള്ള നിലയ്ക്ക് സിനിമയിൽ മികച്ച രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് കെട്ടുറപ്പുള്ള തിരക്കഥയോ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന രംഗങ്ങളോ സിനിമയിൽ അധികം തന്നെ ഇല്ല എന്നുള്ളതാണ് ഭൂരിഭാഗം പ്രേക്ഷകരുടെയും വിലയിരുത്തൽ. ദിലീപിന്റെ കരിയറിലെ മറ്റൊരു പരാജയമായി ഭയം ഭക്തി ബഹുമാനം മാറുമോ എന്നുള്ളത് ക്രിസ്മസ് ഹോളിഡേസ് കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. ദിലീപിന്റെ ചിത്രം ആയതുകൊണ്ട് തന്നെ വെക്കേഷൻ ടൈമിൽ കുടുംബങ്ങളും കുട്ടികളും ഒക്കെ അടങ്ങുന്ന പ്രേക്ഷകർ ഒരു പക്ഷേ തിയേറ്ററിൽ എത്തിയാൽ ഭയം ഭക്തി ബഹുമാനം സാമ്പത്തികമായും ബോക്സ് ഓഫീസിലും ഒക്കെ രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യതയും നിലവിലുണ്ട്. എങ്കിൽ പോലും ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് പെർഫോമൻസ് പ്രതീക്ഷിച്ച രീതിയിലല്ല മുന്നേറുന്നത് എന്നുള്ളത് പറയാതെ വയ്യ.